അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കാബൂളി പുലാവോ. അഫ്ഗാനിസ്ഥാനിലെ ഫേമസ് ഫുഡാണ് കാബൂളി പുലാവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അധികം വൈകാതെ നമുക്ക് നേരെ കാബൂളി പുലാവ് എങ്ങനെയാണ് നോക്കാം. സുന്ദരനായില്ലേ? അല്പം ഉപ്പിട്ട് കൊടുക്കല്ലേ? ഉപ്പ് ഇറച്ചി പൊട്ടിക്കണം മതില്ലേ? നന്നായി കഴുകിട്ട് ഊറാൻ വെക്കണം. നല്ലോണം ഊറട്ടെ. നല്ല ശുദ്ധമായ ഓയിൽ. ഉള്ളി ശുദ്ധമായ ആട്ടിൻ്റെ കോഴിപ്പുട്ട അതിന് ഇനി ഇളക്കുന്നത് സാദാ ജീരകം. ഇനി കുറച്ച് ക്യാരറ്റ്, കുറച്ച് മുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്തിയത്, കുറച്ച് വെള്ളം. അവിടെ കുറച്ച് നേരം ഇളക്കാൻ പാടില്ല. ഇളക്കാനോ മുറിക്കാനോ പാടില്ല. പതുക്കെ അങ്ങനെ സൈഡിലൊക്കെ ഒന്ന് ആയി കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പ്. നമ്മൾ ഇറച്ചിയിൽ മാത്രം ഉപ്പിട്ടിട്ടുള്ളൂ. ഇതിങ്ങനെ ഇറങ്ങും ജീരകം. ഇത് ദമ്മിൻ്റെ രീതികൾ ഇങ്ങനെയാണ്. അതിൻ്റെ അവിടെ ചൂടുണ്ട് പിടിച്ചോ. മുറിയോ ഒന്നുകൂടെ നമ്മൾ അസിസ്റ്റന്റ് പറഞ്ഞാൽ കുറച്ച് ചൂട്. ഇതിൻ്റെ അടിയിൽ അങ്ങനെ എണ്ണയായിരിക്കും. ആ എണ്ണയാണ് ഇതിൻ്റെ കളി. ഇതെന്താ പിന്നെ അഫ്ഗാനിൻ്റെ സാധനം. ഇതെന്താ കടലയും കൊണ്ട് കളറായിട്ട് നിങ്ങൾ ടേസ്റ്റ് നല്ല ടേസ്റ്റാ. എന്താ സാധനം നമ്മൾ സംഭവം അങ്ങനെ ഇരിക്കട്ടെ. ബാക്കി പകുതി പൊട്ടിക്കണം നമുക്ക്. ഇറച്ചിരുന്ന പഞ്ഞു പോലെ
കുറേ കുട്ടിപ്പട്ടാളങ്ങൾ വന്നിട്ടുണ്ട് കേട്ടാ. ആ എല്ലോടുള്ളതൊക്കെ എന്ത് ചേട്ടാ നമ്പർ ചെയ്തേക്കണം 3 ചോറ് കൂട്ടിയിട്ടാണ് ഈ അഫ്ഗാനുകളൊക്കെ എടുക്കുന്നത് കേട്ടാ. ഇറച്ചൊക്കെ വെന്ത് ഒട്ടഞ്ഞു കിട്ടാ ശരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണ്ട. നമ്മുടെ അഫ്ഗാനി എന്താണത്? പുലാവ് അല്ലേ. അഫ്ഗാനിൻ്റെ സ്പെഷ്യൽ ഫുഡാണിട്ടത്. ആ ഇതല്ല ആടൊക്കെ അങ്ങനെ വെന്ത് ഇതാ കഴിക്കുക. സാധനമേ ആട്ടിറച്ചി എന്ന് പറഞ്ഞത് എന്ത് പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് എണ്ണ കൂടുതലായിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത്. എങ്കിലും വാ ഒരു രക്ഷയില്ലാട്ടാ. അങ്ങനെ വേണം സംഭവം കണ്ടപ്പോൾ ചേട്ടാ നമ്മൾ മസാല ഒന്നും ഇട്ടില്ല. പക്ഷേ സാധനം പിഞ്ച് ഇറച്ചിയും ടേസ്റ്റും ടേസ്റ്റ് ചോറിൻ്റെ അടിപൊളി സാധനട്ടാ. പറഞ്ഞ വിശ്വസിച്ച് നിങ്ങൾ കുറച്ച് ഉണ്ടാക്കി നോക്കി അല്ലേ. അത്രേ പറയാനുള്ളൂ. ആ മുന്തിരിയും ആ ക്യാരറ്റും എന്താണ് ചെന നമ്മുടെ കടല അല്ലേ. കടലയെ കൂടി മിക്സ് ചെയ്തിട്ട് അതുപോലെ വാലിട്ട് അരിഞ്ഞു പോകണം ഇറച്ചി കിട്ടാ. സംഭവം ടേസ്റ്റ് ഉണ്ട്. സാധനം അടിപൊളിയാണ്. നമ്മൾ വെറുതെ പറയാൻ വിചാരിക്കും. പക്ഷേ നിങ്ങൾ പറയാം കറക്റ്റായിട്ട് പറയും. ഇതല്ല ഇറച്ചിയൊക്കെ മുന്തിരിയുടെ ഇത് വേണ്ട. ഇതിന് വായിലിടുമ്പോഴേക്കും അരിഞ്ഞു പോകണം. നമ്മൾ നാട് റെഡിയാക്കി നമ്മുടെ അക്കി പറഞ്ഞാൽ നമ്മുടെ പഴയ വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ. കഴിച്ചോണേ കൊതിയൊന്നും വേണ്ട. നമ്മൾ ഓഡിയൻസാണ്. പക്ഷെ ഒരൊറ്റ പ്രശ്നമുള്ളൂ കേട്ടാ. ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ടും ഈ അഫ്ഗാനുകൾക്ക് എന്തുകൊണ്ട് കൊളസ്ട്രോൾ വരാത്തതുള്ള ഉദ്ദേശം. അവർ പണിയെടുക്കൊണ്ടായിരിക്കും. നല്ലോണം പണിയെടുക്കും. ഞാൻ സൗദി അറേബ്യയിലൊക്കെ ഉണ്ടാകുമ്പോഴേ അഫ്ഗാനുകൾ നല്ല പണിയെടുക്കും. ഈ ഒട്ടിക്കലും ഡ്രില്ല് ചെയ്യലും ഇതൊക്കെ ഭയങ്കരമാണ്. നല്ല അധ്വാനിക്കുന്നത്. അതുകൊണ്ടാണെന്ന് അറിയാം. പക്ഷെ എണ്ണ ഫുള്ള് എണ്ണയായി സാധനം. നമ്മളുടെ കൂടെ സ്ഥലത്ത് വേണ്ട. ഇതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്നാലും വെറുതെ നല്ല ടേസ്റ്റുണ്ട് സാധനം. സംഭവം നമ്മൾ കുട്ടികൾക്ക് അപ്പുറത്തേക്ക് കഴിക്കുന്നു. ഇന്ന് കുറേ സാധനം ഉണ്ട് നമ്മുടെ അടുത്തിട്ടാ. കുറച്ചാക്കി എല്ലാവരും കൊടുത്തു അല്ലേ. എല്ലാവരും ആസ്വദിക്കട്ടെ. അഫ്ഗാനി സ്റ്റൈൽ സാധനം കൊള്ളാട്ടോ. എന്തായാലും ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ ഇറച്ചി മുഴുവൻ തീർന്നുട്ടാ. ചോറ് മാത്രമുള്ളൂ. ഇറച്ചി നല്ല വെന്തിരിക്കണേ. ചോറ് കുഴപ്പം നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. അപ്പോൾ കുട്ടികളും ഉണ്ട്. ഇന്ന് കുറച്ച് നമ്മൾ പാർസൽ ആക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നമുക്ക് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുക നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലേക്ക് കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.